നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്നുള്ളൊരു എനർജിയാണ് കേട്ടോ എടുക്കുന്നത്. അവരുടെ മനസ്സിൽ ഒരു പക്ഷേ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് മനസ്സ് തുറക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ നിങ്ങളോട് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം, അതായത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്ന ബന്ധങ്ങളിലൊക്കെ അവരെടുക്കാൻ പോകുന്ന ഒരു തീരുമാനം കൂടി നമുക്കൊന്ന് ഈ എനർജിയിൽ കണക്റ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരും ഒന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ ജീവിത രീതികളിലൊക്കെ എന്ത് മാറ്റമാണ് വരേണ്ടത് അത് കമൻറ്റിൽ തീർച്ചയായിട്ടും അഫർമേഷൻ രൂപത്തിൽ എഴുതണം കേട്ടോ. ഒരു അഫർമേഷൻസ് പോലെ, അതായത് നമ്മളുടെ ഒരു ആഗ്രഹം ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നതാണ് അഫർമേഷൻസ്. ആ രീതിയിൽ തന്നെ നിങ്ങളത് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മളതൊരു അഫർമേഷൻസ് എനർജി ആയിട്ട് വരികയുള്ളൂ. മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കണം. നിങ്ങൾക്ക് മുന്നോട്ടേക്കൊരു തീരുമാനമെടുക്കാൻ നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ അവസ്ഥ, അത് പാസ്റ്റിലെയും പ്രസൻറ്റും ഫ്യൂച്ചറും നിങ്ങൾക്കറിയാൻ സാധിക്കും. തടസ്സങ്ങൾ എന്താണ്, എന്ത് സിറ്റുവേഷൻസിലൂടെയാണ് പോകുന്നത്, ഇത് ഫ്യൂച്ചറിലേക്ക് എന്തായി തീരും എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ, വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു മറുപടി ലഭിക്കുമെന്നുള്ളതാണ്. കൂടുതലും നിങ്ങളുടെ വിശ്വാസവും കൂടി കണക്റ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. 3 ഓഫ് ദ എംപറർ എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ശരിക്കും നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുണ്ട്. നിങ്ങളോടൊപ്പം എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഒരു കാര്യം പൂർത്തീകരിച്ചിരുന്നെങ്കിൽ നിങ്ങളോടൊപ്പം ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും നിങ്ങളുടെ ഒരു ഓർമ്മയിലാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഒരു വെൽത്ത് എനർജി, ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല ഒരു പാസ്റ്റിലേക്കുള്ള അവരുടെ ആ ഒരു എനർജി പോകുമ്പം നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ വളരെയധികം ഒരു കെയറിങ് മൈൻഡുള്ള, വളരെയധികം, അതായത് അവർ അവരുടെ മദറിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കെയറിങ്ങും സ്നേഹവും വാത്സല്യവും നിങ്ങളിൽ നിന്ന് ആ ഒരു പേഴ്സണ് ലഭിച്ചിരുന്നതായിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ട്. അത് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീലിങ്സാണ്. അതായത് ഭയങ്കരമായിട്ടൊരു കെയറിങ് മൈൻഡ് നിങ്ങൾക്ക് അവരോട് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രൊട്ടക്ഷനായിരുന്നു, അവർക്ക് വല്ലാത്തൊരു പ്രൊട്ടക്റ്റഡ് വലയമായിരുന്നു നിങ്ങളെന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിലൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഒരു പുഷിങ് മൈൻഡ് ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെന്നാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ചിലപ്പെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ആവാം, നിങ്ങളുടെ വാക്കുകളാവാം, അതെല്ലാം അവരെ മുന്നോട്ടേക്ക് പോകാനായിട്ട്, വിജയിക്കണമെന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുള്ളൊരു ആഗ്രഹം അവർക്ക് തോന്നിപ്പിച്ച ഒരു എനർജി കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളും അവരും എന്ന് പറയുന്ന ആ ഒരു എനർജി നോക്കുമ്പം അവർക്ക് വല്ലാത്ത ഒരു പ്രൊട്ടക്ഷൻ ഫീലിങ്സ് ഉണ്ടായിരുന്നു നിങ്ങളെ സംബന്ധിച്ച്. അതവർ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. കൂടാതെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് കിട്ടാത്ത ഒരു ഗൈഡൻസ് ആണെങ്കിലും സപ്പോർട്ടാണെങ്കിലും എല്ലാം അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഫിസിക്കലി അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, ഫിനാൻഷ്യലിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, ഇമോഷണലിയും എല്ലാം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അവരുടെ വീഴ്ചകളിൽ നിന്നെല്ലാം അവരെ ഉയർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം വളരെ പ്രയോജനം ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ വാല്യൂ മനസ്സിലാക്കി കൊടുത്ത ഒരു വ്യക്തി നിങ്ങളാണ് എന്നവർക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഒരു പക്ഷേ അവരിന്ന് എന്തെങ്കിലും ഒരു പൊസിഷനിൽ നിൽപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങളുടെ ചെറിയൊരു പ്രസൻസ് 100% ഉണ്ടായിരുന്നു. അതായത് അവർക്കൊരു ഫ്യൂച്ചറിനെ കുറിച്ചൊരു ദീർഘവീക്ഷണം ഉണ്ടായതുപോലും നിങ്ങളുടെ പ്രസൻസിൽ നിന്നാണ് എന്നുള്ളത് അവർ വ്യക്തമായിട്ടും മനസ്സിലാക്കുകയും അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയും, ഒരു പക്ഷേ നിങ്ങളിലേക്ക് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസോ അതല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് എനർജിയോ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക്
നിങ്ങൾ ചെയ്തു കൊടുത്ത ഒരു ഉപകാരം, നിങ്ങളവരെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് തിരിച്ച് നൽകണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് നൽകണമെന്ന് അവരാഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത കൂടി അവരുടെ മനസ്സിനകത്ത് വളരെ ശക്തമായിട്ടുണ്ട് കേട്ടോ. മാത്രവുമല്ല, അവർ ഇന്നിപ്പം ഒരു പ്രൗഡാകുന്ന അല്ലെങ്കിൽ ഒരു സക്സസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ച എനർജി ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് ഇച്ചിരി മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണുന്ന ഒരു പേഴ്സണാണ്. കാരണം ഒരു ഒരു എടുത്തുചാട്ടം, വളരെ മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്നൊരു പേഴ്സണായിട്ടാണ് കാണുന്നത്. എടുത്തുചാട്ടമോ അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്യുന്നൊരു ക്യാരക്ടറല്ല. ആലോചിച്ച് തീരുമാനിച്ച് ഒരു വ്യക്തതയോടുകൂടി മാത്രം മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, മാത്രമല്ല ഇച്ചിരി ഹൈഡ് എനർജി, മനസ്സിനകത്തുള്ള എന്ത് കാര്യത്തെയും ഹൈഡ് ചെയ്ത് വെക്കാനുള്ളൊരു എനർജിയും കൂടി ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഒരു ചീറ്റിംഗ് പ്രസൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നു എന്നുകൂടി അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും നോ കോണ്ടാക്റ്റിലേക്ക് പോയ വ്യക്തികളാണെങ്കിൽ ഇപ്പം അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അവർക്ക് വിജയം വരുന്നുണ്ടെങ്കിലും അത് അവർക്ക് പ്രയോജനകരമാകുന്നില്ല, അവരുടെ ജീവിതത്തിൽ അതവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അവർക്ക് വീഴ്ചകളും നഷ്ടങ്ങളുമാണ് കാണുന്നത്. കുറച്ചൊക്കെ അവർ നിങ്ങളുടെ അടുത്തൊരു ഈഗോ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാല്യൂ അറിഞ്ഞിട്ടും നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടിങ്ങും നിങ്ങളുടെ സമയം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താതെ, നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുത്താതെ നിങ്ങൾ ഇവരിലേക്ക് കണക്റ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. പക്ഷെ അതെല്ലാം അവരെ സംബന്ധിച്ച് ഇപ്പം അന്ന് അവരതിന് വാല്യൂ കൊടുക്കാതെ പോയെങ്കിൽ ഇന്ന് അതിൻ്റെ ഫലം അവരനുഭവിക്കുന്നുണ്ട്. പല പ്രാവശ്യത്തെയും അവർക്ക് ലഭിക്കേണ്ട പല വിജയങ്ങളും അവരുടെ കയ്യിൽ നിന്ന് തെന്നി മാറിപ്പോയൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് അവർ ചെയ്തതിൻ്റെ പ്രവൃത്തി അവരനുഭവിക്കുന്നു എന്നുള്ളതായിട്ടാണ് അവരിതിനെ കാണാൻ ശ്രമിക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ബന്ധത്തിൽ. നിങ്ങൾ വളരെയധികം ആഴത്തിൽ ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ചു. നിങ്ങൾ ഒരു ഭാഗത്തുനിന്ന് സ്നേഹിക്കുമ്പോൾ മറുഭാഗത്തുനിന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന, അല്ലെങ്കിൽ തെറ്റാകുന്നതായി കണ്ടാലും അത് മുഖത്തടിക്കും പോലെ പറയുകയോ അല്ലെങ്കിൽ അവരിൽ നിങ്ങൾക്ക് തോന്നിയ സംശയങ്ങളെല്ലാം നിങ്ങൾ അവരിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത വ്യക്തികളാണ്. നിങ്ങളുടെ ഒരു ക്യാരക്ടറിലേക്ക് നോക്കുമ്പം സ്നേഹവും പ്രസൻസും എല്ലാം ഒരുപോലെ, അതുപോലെ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെയും അതിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷനിൽ ഒരു തേർഡ് പാർട്ടി വന്നുവെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ശക്തമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടാവാം. തേർഡ് സിറ്റുവേഷൻസിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ചെയ്ത് നിങ്ങളുടെ ബന്ധത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായതായിട്ടും അത് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷന് കാരണമുണ്ടാക്കി. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും പതുക്കെ ഒന്ന് ചേഞ്ച് ആവാൻ ശ്രമിച്ചു എന്നതും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ തേർഡ് സിറ്റുവേഷൻസിനെ കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം അവർ ഹൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് നിങ്ങളോട് വാദിക്കുകയോ ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ കറൻറ്റ്ലി നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി, അവർ ചിന്തിച്ചത് നിങ്ങളെയും അവരെയും ഒരുമിച്ച് മാനേജ് ചെയ്ത്, തേർഡ് പാർട്ടീനെയും നിങ്ങളെയും ഒരുമിച്ച് നിങ്ങളറിയാതെയും തേർഡ് സിറ്റുവേഷൻസ് അറിയാതെയും മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ വ്യക്തിയിലുണ്ടായിരുന്നു. അത് നിങ്ങളൊരു പക്ഷേ അറിയുകയും അതിനെക്കുറിച്ച് ക്ലാരിറ്റി വരുത്തുകയും ചെയ്യുകയും നിങ്ങൾക്കിടയിൽ കുറച്ച് ക്ലാഷിങ് ഉണ്ടാവുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അത് അവരെ ഇപ്പം കുറ്റബോധത്തിലേക്കും ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലേക്കും അവരുടെ ഗ്രോത്തിന് ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥയിലേക്കും എത്തിച്ചു എന്നുള്ളതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് ആ കുറച്ച് കാര്യങ്ങൾ അവർക്കൊന്ന് തുറന്ന് പറയണം. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാതെ ഈഗോയായിട്ട് വെച്ചിരുന്നതും അതുപോലെ തന്നെ നിങ്ങളോട് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ച വേറെ ചില കാര്യങ്ങളും എല്ലാം നിങ്ങളോട് വ്യക്തമായിട്ട് പറയണമെന്ന് ഇപ്പം അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. നിരാശകളുണ്ട്. ഇപ്പോൾ ഒരുപാട് നിരാശയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർ കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്ക് കയ്യിലുള്ളതും പോയി,
ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ബന്ധങ്ങളിൽ നിന്നും അവർക്ക് ചീറ്റിംഗ് തന്നെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അവരെ വിശ്വസിച്ചവരും അവരെ ഇപ്പോൾ അവിശ്വസിക്കുന്ന ഒരവസ്ഥ, അവർ വിശ്വസിച്ചവരും അവരിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ. അപ്പം അതുപോലുള്ളൊരു സ്ട്രഗിൾ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇവരിൽ കാണുന്നത്. കാരണം അവിടെ കർമ്മ അനുഭവിക്കേണ്ടി വരുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളും ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട്. പ്ലസ് അവർ കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ബന്ധങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉലച്ചിൽ വരുന്നത്. പവർ ലോസിങ് ആണ്. ഇവർ പലയിടത്തും ഇരയാക്കപ്പെടുന്ന സിറ്റുവേഷൻസാണ്. മിസ്യൂസിങ് ചെയ്യുന്ന ഇവരെ പലരും പല രീതിയിൽ ചൂസ് ചെയ്തിട്ട്, അത് അവരുടെ സപ്പോർട്ടാവാം, സാമ്പത്തികപരമാകുന്ന സപ്പോർട്ടാവാം, അതുപോലെ ഒരുപാട് ഇവരെ ചൂസ് ചെയ്ത് ഇവരെ ഒഴിവാക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അത് അവരുടെ വിധിയാണ്. അവരിപ്പോൾ ഈ കറൻറ്റിലി അവർ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന ഓരോ കാര്യവും അവരുടെ വിധിയിൽപ്പെട്ടതാണ്. അവരത് അനുഭവിച്ചേ പറ്റൂ. കാരണം മുൻ സമയങ്ങളിൽ അവർ ചെയ്തത് അതുപോലുള്ള പ്രവൃത്തികളായിട്ടാണ് കാണുന്നത്. കാലം അവർക്ക് അനുകൂലമായി വരുന്നുണ്ട്. സക്സസ്സുകൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പ്രൗഡാകുന്നതും അവരുടെ കൺട്രോളിൽ നിൽക്കാൻ പറ്റുന്നതുമായ സിറ്റുവേഷൻസുകൾ അവർക്ക് വരുന്നുണ്ട്. പറ്റുമെങ്കിൽ അവർക്കൊരു ന്യൂ ബിഗിനിങ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇവരുടെ ലൈഫിൽ ഇടയ്ക്ക് സമയങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതായത് ഒരു ഗ്രോത്ത് എനർജി അവരിലേക്ക് വന്നു ചേരുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു സമയം ഇന്നതാണ്, ഈ സമയത്ത് ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഉള്ളിൽ നിങ്ങളോട് ചെയ്തതിൻ്റെ ആ ഒരു ഭയം അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പുതിയ ചില തുടക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും, അതുപോലെ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതും, ഇത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അവർ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് കുറ്റബോധമുണ്ട് കേട്ടോ. നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് പോകുന്ന വ്യക്തികളിൽ കുറ്റബോധമുണ്ട്. ഒന്ന് കുറച്ചും കൂടി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ഒന്ന് ക്ലാരിറ്റി വരുത്തണം. ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലാക്കണം. കുറച്ചും കൂടി ഒരു ആത്മാർത്ഥത കാണിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതേസമയം നോ കോണ്ടാക്റ്റിലുള്ളവരെ സംബന്ധിച്ച് ഈ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി, കുടുംബ ബന്ധങ്ങളിലൊക്കെ വളരെയധികം ചിന്തിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലുമെല്ലാം ഈ ഒരു വ്യക്തിക്ക് തടസ്സങ്ങളാണ്. ആരും ഈ ഒരു പേഴ്സണെ വിശ്വസിക്കുന്നുമില്ല. ഈ വ്യക്തിയോട് ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ഒരു പിടി അകലം പാലിച്ചൊന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. ആ വ്യക്തിയുടെ തെറ്റുകളും അബദ്ധങ്ങളും പറ്റിപ്പോയ സിറ്റുവേഷൻസുകളെക്കുറിച്ചൊക്കെ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഫാമിലിപരമായിട്ടാണേലും മറ്റു ബന്ധങ്ങളിലാണെങ്കിലുമൊക്കെ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇംബാലൻസിങ് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ബന്ധങ്ങളിലും നിങ്ങളെ കൂടാതെ മറ്റൊരു ബന്ധം ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി തന്നെയായിരുന്നു ഇവരുടെ ഏറ്റവും നല്ലൊരു പാർട്ട്ണർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കറൻറ്റ്ലി ഈ ഒരു വ്യക്തിക്ക് ഇപ്പം ഒരു ബന്ധത്തിലും ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആകുന്നതായിക്കോട്ടെ, ആ പേഴ്സണ് സ്നേഹം തോന്നുന്ന സിറ്റുവേഷൻസുകളായിക്കോട്ടെ, ഈ വ്യക്തിക്ക് ഒരു ബന്ധങ്ങളിലും ബാലൻസിങ് ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം എല്ലായിടത്തും തടസ്സങ്ങളും സംശയങ്ങളും പ്രശ്നങ്ങളുമാണ് നേരിടേണ്ടി വരുന്നത്. ഒരാധിപത്യത്തിൻ്റെ ഒരു എനർജി, മറ്റുള്ളവർ ഇവരിൽ കൂടുതൽ കൺട്രോളിങ് എനർജിയിലേക്ക് പോകുന്നു, ഇവരിലേക്ക് വരുന്ന ഓരോ ബന്ധങ്ങളിലും. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങളിലെല്ലാം ഒരു ഇംബാലൻസിങ് എനർജി വരുന്നു. അതേസമയം നിങ്ങൾ ഉണ്ടായിരുന്നപ്പം അവരിലേക്ക് വരുന്നതെല്ലാം പോസിറ്റീവായിരുന്നു. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങളെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സൺറൈസിങ് എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ളവർക്ക് ഒരു ട്രാവലിങ്ങിലൂടെ ബന്ധത്തിൽ വീണ്ടും ഒരു പുതിയ തുടക്കമുണ്ടാകും. ചിലരെ സംബന്ധിച്ച്
ഒരു മധ്യസ്ഥതയുടെ ആവശ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിക്കൊക്കെയാണ് ഒരു മധ്യസ്ഥത വേണ്ടി വരും, നിങ്ങൾക്ക് വീണ്ടും ഒന്ന് റീകണക്റ്റ് ചെയ്ത് പോകാൻ. പക്ഷേ പിന്നീട് ഇനി നിങ്ങളുടെ ഇടയിലെ സെപ്പറേഷൻ പീരീഡ് മാറി നിങ്ങൾ ഏത് റിലേഷൻ എനർജി ആണെങ്കിലും ഒരുമിക്കുന്നത് ലൈഫ് ലോങ് ആണ് കേട്ടോ. ഇനി നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സങ്ങളോ തകർച്ചകളോ തർക്കങ്ങളോ വരികയില്ല. അതായത് നിങ്ങളുടേതാകുന്ന ആ ഒരു കർമ്മ സിറ്റുവേഷൻസ്, നിങ്ങൾക്കിടയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു കർമ്മ സിറ്റുവേഷൻസുകളെല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ അവരേറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ആവശ്യമില്ലാതെ അവർ ഉണ്ടാക്കി തീർത്ത കോൺഫ്ലിക്റ്റുകളും നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്ത് മറ്റുള്ളവരെ ഈ ഒരു എനർജിയിലേക്ക് ഇടപെടുത്തിയതും ശരിയായില്ല എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി ഒരു എന്താ പറയുക, ഒരു ചിന്തയാണ്, ഓവർ തിങ്കിങ്ങിലാണ് അവർ കടന്നു പോകുന്നത്. അവരോരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു, അതുപോലെ തന്നെ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു, കോൺഫ്ലിക്റ്റുകളെല്ലാം അവസാനിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഒരു കാത്തിരിപ്പാണ് അവരുടെ ഉള്ളിൽ കേട്ടോ. കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരിക എന്നത് കുറച്ചൊരു ഈഗോ എനർജിയുമുണ്ട്. പ്ലസ് അവരെ സംബന്ധിച്ച് അവർക്കിപ്പം നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതാകുന്ന സിറ്റുവേഷൻസ് പ്രപഞ്ചവും കണക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളോടും ഒത്തുചേർന്ന് ആ ഒരു ഹീലിംഗ്, നെഗറ്റീവ് സിറ്റുവേഷൻസുകളുടെ ഒരു ഹീലിംഗ് നടന്നു കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ റീയൂണിയൻ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെയാണെങ്കിലും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു തടസ്സം ഫീൽ ചെയ്യുന്നവർക്കെല്ലാം സ്മൂത്തായിട്ട് കാര്യങ്ങൾ വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഇമോഷണൽ ബൗണ്ടറി ഉണ്ട്. എപ്പോഴും ഒരു ഇമോഷണൽ ബൗണ്ടറി ഇട്ട് നിൽക്കുക. അതായത് ഒരുപാട് സംസാരിക്കാനോ ഒരുപാട് ഇമോഷൻസ് പ്രകടിപ്പിക്കാനോ ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ആ ഒരു ഇമോഷണൽ ഹൈഡിങ് എനർജി എല്ലാം അവർക്ക് ഫ്യൂച്ചറിലേക്ക് മാറിക്കിട്ടും കേട്ടോ. നിങ്ങളോട് തുറന്ന് സംസാരിക്കുകയും നിങ്ങളോട് തുറന്ന് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ബന്ധത്തിൽ വരുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷനിൽ അവർ എടുക്കുന്ന ആ ഒരു തീരുമാനം, അവരെടുക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി, അതായത് ഒരു ഫൊർഗീവ്നെസ് ആണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫൊർഗീവ്നെസ് ചെയ്യുമെന്നാണ് കാണുന്നത്. അതായത് അവർക്കെന്തെങ്കിലും നിങ്ങളെയും കൂടി കണക്റ്റ് ചെയ്ത് മറക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ അവരത് മറന്ന് നിങ്ങളെ പൂർണ്ണമായും സ്നേഹിക്കും. അതായത് ഒരു പാർട്ട്ണർ എനർജിയായിട്ട് നിങ്ങളെ സ്വീകരിക്കും. അതായത് നിങ്ങളോടൊപ്പം ആ ഒരു വ്യക്തി ലൈഫ് ലോങ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ എന്തും ആലോചിച്ച് മാത്രമേ ആ ഒരു വ്യക്തി മുന്നോട്ടേക്ക് പ്രവർത്തിക്കുകയുള്ളൂ. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും ഇനി ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും ആലോചിച്ച് വ്യക്തതയോടുകൂടിയ കാര്യങ്ങൾ എടുക്കുകയുള്ളൂ. നിങ്ങളുടെ റിലേഷൻ തകർച്ചയിലാണ്, അത് അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. റീയൂണിയൻ തന്നെയാണ് ആ ബന്ധത്തിൽ. പൂർണ്ണമായിട്ടും കെട്ടടങ്ങി ഇത് പോയി എന്ന് ചിന്തിച്ചാലും ഒരു സമയം കഴിയുമ്പോൾ, അതായത് ആ ഒരു കാലത്തിൻ്റെ എനർജിയും കൂടി ഉണ്ട്, കർമ്മ ബേസ് കൂടി ഉണ്ടാവുമല്ലോ. സെപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളുടെ ക്യാരക്ടർ വെച്ച് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല, കാലത്തിൻ്റെ യൂണിവേഴ്സലിൻ്റെ ഒരു എനർജിയും കൂടി ഉണ്ടാവും. അതായത് ചിലർക്ക് ചില സമയങ്ങളിൽ ഇത്ര വർഷകാലം സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കേണ്ടി വരിക എന്നൊക്കെയുള്ള ഒരു വിധിയൊക്കെ ഉണ്ടാകും. നമുക്ക് ചീറ്റിംഗ് ചെയ്യപ്പെടാനുള്ള ഒരു വിധി, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും അറിയാതെ അവർ ചീറ്റിങ് അവരിലും ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ വിധിയെ ബേസ് ചെയ്തോ അവരുടെ വിധിയെ ബേസ് ചെയ്തൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം തകർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ബന്ധം റീയൂണിയനിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഹാർട്ട് ബ്രോക്കൺ അവസാനിക്കും കേട്ടോ. കാരണം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എല്ലാം വിവേകത്തോടു കൂടി ഒരു സ്പിരിച്വൽ വിസ്ഡത്തിൻ്റെ എനർജിയാണ്. ബുദ്ധിപൂർവ്വം ആലോചിച്ച് വളരെയധികം വിവേകത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് കാണുന്നത്. ഹാർട്ട് ബ്രോക്കൺ വെല്ലുവിളിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിൽ കാണിക്കുന്നത്. ഇമോഷണൽ ചീറ്റിങ്, കൺഫ്യൂഷൻ എനർജി, ഇതൊന്നും ഇനി ഇല്ലാത്തൊരവസ്ഥയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും.
5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിരാശ, ലോസ്, ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്നുള്ളവരാണ് നിങ്ങളെങ്കിൽ വിഷമിക്കരുത്. തീർച്ചയായിട്ടും ന്യൂ ബിഗിനിങ്, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അവർ തീർച്ചയായിട്ടും ഒരു പുതിയ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ.